തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ മാടവന ദേശത്ത് 1981 സ്ഥാപിതമായ ജാമിയ അസീസിയ, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം വിവരിക്കുമ്പോൾ, കേരളത്തിൽ ആദ്യമായിക്കൊണ്ട് എന്നല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായി ബിദ്ഈ പ്രസ്ഥാനക്കാരുടെ തുടക്കം കുറിച്ചത് കൊടുങ്ങല്ലൂരിൻ്റെ മണ്ണിൽ നിന്നാണ് എന്നത് എല്ലാവർക്കും അറിയാം. 1921 മാപ്പള ലഹള സമയത്ത് തിരൂരങ്ങാടിയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പുറപ്പെട്ട KM മൗലവി സാഹിബ് മണപ്പാട് ഹൗസിൽ അഭയം പ്രാപിക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് താൻ മെനഞ്ഞെടുത്ത ഒരു പ്രസ്ഥാനമെന്ന നിലക്ക് ഐക്യസംഘം രൂപീകരിക്കുകയും ചെയ്തു. ആ ഐക്യസംഘം ഇത്രയും അബദ്ധജടിലമായ ഒരു ആദർശ പ്രസ്ഥാനത്തിൻ്റെ തുടക്കമാണെന്ന് അന്നത്തെ സുന്നി വിശ്വാസികളായ നിഷ്കളങ്കരായ പലർക്കും മനസ്സിലാവാതെ പോവുകയും പിന്നീട് അത് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിന് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ പലരും അതിൽ പിന്തിരിഞ്ഞു. എങ്കിലും അതിൽ ആണ്ടുപിടിച്ച് പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നവരും മറ്റുമായ പല ആളുകളും അതിൽ തന്നെ ഇന്നും ഉറച്ചു നിൽക്കുന്ന ഒരു ദുരവസ്ഥയാണ് കൊടുങ്ങല്ലൂരിന് പറയാനുള്ളത്. ഇത് ആദ്യകാലത്ത്, അഥവാ ഒരു 25-30 വർഷങ്ങൾക്ക് മുമ്പ് വളരെ രൂക്ഷമായ നിലയിൽ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശം വേണ്ട വിധത്തിൽ അത് പ്രചരിപ്പിക്കപ്പെടാതെ വന്നാൽ ഖിയാമത്ത് വരേക്കും സുന്നത്തി ജമാഅത്തിന്റെ അഡ്രസ് പോലും ഈ നാട്ടിൽ ഉണ്ടാവുകയില്ല എന്ന് അന്ന് മുതാല്ലിമായിരുന്ന ഞാൻ മനസ്സിലാക്കുകയും ബഹുമാനപ്പെട്ട മഹാനായ CM വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു തങ്ങളുടെയും ബഹുമാനപ്പെട്ട മഹാനായ ഷെയ്ഖുന കമാലുദ്ദീൻ ഉമറുൽ ഖാദിർ റളിയല്ലാഹു അൻഹു തങ്ങൾ, പെരിഞ്ഞനം മഹ്മൂദുൽ ബക്കരി റളിയല്ലാഹു അൻഹു, ഇതുപോലെ പ്രഗത്ഭരായ മശായിഖന്മാരുടെയും ഔലിയാക്കന്മാരുടെയും നിർദ്ദേശാനുസരണമാണ് 1981 ഒരു ദർസ് എന്ന നിലക്ക് 4 വിദ്യാർത്ഥികളുമായി കൊണ്ട് ഈ ജാമിയ അസീസിയ മാടവനയിൽ തുടക്കം കുറിച്ചത്. പിന്നീട് 1984 ബഹുമാനപ്പെട്ട മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, മഹാനവർക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്ത് നൽകട്ടെ, ആ മഹാനവർഗ നിർദ്ദേശാനുസരണം ജാമിയ അസീസിയ എന്ന പേര് ആ മഹാന്തൻ നിർദ്ദേശിച്ചതനുസരിച്ച് മഹത്തായ സ്ഥാപനം തുടക്കം കുറിച്ചു. ഈ കക്ഷികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ 17ഓളം മഹല്ലുകൾ സുന്നിവൽക്കരിക്കാൻ അള്ളാഹുവിന്റെ അപാരമായ സഹായത്താൽ നമുക്ക് കഴിഞ്ഞു എന്നത് പ്രത്യേകം എടുത്തു പറയത്തക്ക ഒരു വസ്തുതയാണ്. അതിന്റെ മുൻപന്തിയിലെല്ലാം ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മഹാനായ മർഹൂം ഷെയ്ഖുന EK ഹസൻ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു തങ്ങൾ രംഗത്തുണ്ടായി. ആ മഹാനിൽ നിന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയപ്രചരണത്തിന്റെയും അതിന്റെ സിദ്ധാന്തങ്ങളെയും തെളിവുകളെയും അടിത്തറയുമെല്ലാം തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ബിദ്ഈ പ്രസ്ഥാനക്കാരുമായുള്ള നിരവധി പോരാട്ടങ്ങൾക്കൊടുവിൽ അള്ളാഹുവിന്റെ സഹായത്താൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വളരെ ശക്തിയാ നിലക്ക് ഒരു തിരിച്ചുവരവിന് ഇവിടെ തയ്യാറാവുകയും ആ തിരിച്ചുവരവ് ഖിയാമത്ത് വരെ നിലനിൽക്കണം എന്നുള്ള അതിയായ ആഗ്രഹം മൂലമാണ് ഈ മഹത്തായ സ്ഥാപനം ഇവിടെ ഉണ്ടാക്കാൻ ഞാൻ ഒരുങ്ങിത്തിരിച്ചത്. അത് അള്ളാഹുവിന്റെ സഹായത്താൽ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ മദതിനാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹത്തുക്കളായ നിരവധി പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ ഖവ്വറല്ലാഹു ഉംറഹു, അതുപോലെ തന്നെ വഫാത്തായ നമ്മളെ കുണ്ടൂർ ഉസ്താദ് റളിയല്ലാഹു അൻഹു, ചെറുശോല കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു, ഇതുപോലെ നിരവധി
ജീവിച്ചിരുന്നവരും അടുത്തിടെ മരണപ്പെട്ടവരുമായ നിരവധി ഉലമാക്കളുടെ ദ്വാബർക്കത്തുകളും ആശീർവാദങ്ങളും മഹത്തായ സംരംഭത്തിന് എനിക്ക് വളരെയേറെ മാനവീയായ അഥവാ ആന്തരികമായ ഊർജവും ഉത്തേജനം നൽകിയെന്നത് ഉറപ്പാണ്. ആ ബർക്കത്തുകളെ കൊണ്ട് മഹത്തായ സ്ഥാപനം ഇന്ന് അത്യുന്നതമായൊരു മത ഭൗതിക കലാലയമായി ഉയർന്നു എന്നത് അള്ളാഹുവിനെ സ്മരിക്കാൻ വളരെയേറെ പ്രചോദനം നൽകുന്ന, അവൻ നന്ദി രേഖപ്പെടുത്താൻ പ്രചോദനം നൽകുന്ന ഒരു കാര്യമായാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ ബർക്കത്ത് കൊണ്ട്, അനുഗ്രഹം കൊണ്ട്, മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ടും ഇന്ന് 1000-ഓളം വരുന്ന പണ്ഡിതന്മാർക്ക് മൗലവി ഫായിഖ് സുഹരി എന്ന ബിരുദം നൽകി മഹത്തായ സ്ഥാപനം അതിൻ്റെ ആ മഹത്വം തെളിയിച്ചിട്ടുണ്ട്. അപ്രകാരം തന്നെ അനാഥ അഗതി മന്ദിരം, ബോർഡിംഗ് മദ്രസ, ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജ്, അതിനു പുറമെ മത ജാതി വ്യത്യാസമില്ലാതെ വിഭാഗീയതയില്ലാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മഹത്തായ ഈ സ്ഥാപനം മുൻതൂക്കം നൽകിക്കൊണ്ട് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും നൽകുന്നുണ്ട് എന്നത് വളരെ പ്രത്യേകം സ്മരിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്. അതെല്ലാം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹ നിമിത്തമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന പരിപൂർണ വിശ്വാസമുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രാഥമിക മദ്രസ മുതൽ ബിരുദ ശരീഅത്ത് കോളേജ് വരെയുള്ള സ്ഥാപനങ്ങളായിക്കൊണ്ട് 500-ഓളം വിദ്യാർത്ഥികളാണ് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കുള്ള ചെലവുകളെല്ലാം തന്നെ പരിപൂർണമായും ഫ്രീയായി നാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു മാസത്തിൽ 3 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന മഹത്തായ സ്ഥാപനം അടിയുറച്ച സുന്നി വിശ്വാസികളും അല്ലാത്തവരുമായ നിരവധി ആളുകളും, എന്തിനേറെ പറയുന്നു അമുസ്ലിങ്ങളായ ആളുകൾ വരേക്കും മഹത്തായ സ്ഥാപനത്തെ സ്നേഹിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നു എന്നത് വളരെ എടുത്തു പറയപ്പെട്ട ഒരു വസ്തുതയാണ്. ഈ സന്ദർഭത്തിലാണ് മഹത്തായ സ്ഥാപനം മതം, മനഃശുദ്ധി, ലോകസമാധാനം എന്ന മഹത്തായ നയവുമായിക്കൊണ്ട് ആ മുദ്രാവാക്യം മുന്നിൽ വെച്ചുകൊണ്ട് അതിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുന്നത്. കഴിവിൻ്റെ പരമാവധി പൊതുജന ക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മഹത്തായ ആഘോഷമായിട്ടാണ് ഈ 25ാം വാർഷികത്തെ കൊണ്ടാടാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ അപാരമായ സഹായത്താൽ ഹൃദയ ശസ്ത്രക്രിയ നിർണയ ക്യാമ്പ്, അതും തീർത്തും സൗജന്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഡിസംബർ 13 നടക്കുമ്പോൾ, അതോടൊപ്പം തന്നെ നിത്യരോഗികളായ പാവപ്പെട്ട ആളുകൾക്ക് ആജീവനാന്തം അവർക്ക് മരുന്ന് വാങ്ങാനുള്ള സംവിധാനം വേണ്ടപ്പെട്ട ആളുകളുമായി സമുദായത്തിലെ ഉന്നതന്മാരുമായും ധനാഢ്യരുമായി കൊണ്ട് ബന്ധപ്പെട്ട് അവരിതെല്ലാം സമാഹരിച്ച് അവരെ സഹായിക്കുന്ന പദ്ധതി, ഇങ്ങനെ നിരവധി പദ്ധതികൾ കഴിവിൻ്റെ പരമാവധി സംഭാവനകൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഈ സ്ഥാപനം അതിൻ്റെ കഴിവനുസരിച്ച് നിർവഹിച്ചു പോരുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാൻ അവകാശമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ മഹത്തായ ഈ സ്ഥാപനം സുന്നത്ത് ജമാഅത്തിന്റെ അതിവിശിഷ്ടമായൊരു സ്ഥാപനം, അതായത് ഈ പ്രദേശത്തോ അല്ലെങ്കിൽ ഈ കൊടുങ്ങല്ലൂർ താലൂക്കിലോ തൃശൂർ ജില്ലയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. കേരളത്തിൽ ഉള്ള എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികൾക്കും അഭിമാനിക്കാൻ കഴിയുന്നത്ര ഒരു മഹത്തായ ഒരു പശ്ചാത്തലം ഈ സ്ഥാപനത്തിന്റെ പിന്നിലുണ്ട് എന്നത് സ്മരണീയമാണ്. അതിന് ഈ ആദർശത്തിന്, ഈ തത്വത്തിന് ഒന്നുകൂടെ മാറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ എതിരിൽ പൊട്ടിപ്പുറപ്പെട്ട ഐക്യസംഘമുണ്ടായ അതേ മഹല്ലിൽ തന്നെ ആ ഐക്യവിലാസിന്റെ തൊട്ടടുത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം മുഴങ്ങുന്ന ഒരു സ്ഥാപനം ഈ സമ്മേളനത്തോടുകൂടി 20-ാം തീയതി ബഹുമാനപ്പെട്ട മഹാനായ ഖമർ ഉലമ AP ഉസ്താദ് അവർ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അത് ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ രേഖപ്പെടുത്തപ്പെടേണ്ട മഹത്തായ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമായി വേണം സുന്നികൾക്ക് വീക്ഷിക്കാൻ. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം പോരാട്ടം നടത്തുന്നതോടൊപ്പം തന്നെ ജാമിഅ അസീസിയയുടെ തത്വം
മാനുഷിക മൂല്യങ്ങൾക്ക് ഒരിക്കലും ഒരു കൊച്ചു പോറലേൽക്കാതിരിക്കാൻ പോലും ശ്രദ്ധിക്കാറുണ്ട്. മാനുഷിക മൂല്യങ്ങൾക്ക് വില നൽകിക്കൊണ്ട് അതിനെ മുഖമുദ്രയാക്കി ആദർശ പ്രചരണം നടത്തുന്നു എന്നതാണ് ജാമിയ അസീസിയയുടെ പ്രത്യേകമായ അതിന്റെ ആദർശം. ജാമിയ അസീസിയ ഒരു സങ്കുചിത വീക്ഷണത്തോടുകൂടി പൊതുരംഗങ്ങളിലും പൊതുവേദികളിലും ഒരിക്കലും അതിന്റെ ആദർശം പ്രചരിപ്പിക്കാറ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് കടുകിട വിട്ടുകൊടുക്കാനും ജാമിയ അസീസിയ തയ്യാറല്ല. മറിച്ച് ആ ആദർശത്തെ 100% മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും സഹായങ്ങളും ബന്ധങ്ങളും ജാമിയ അസീസിയ സമൂഹവുമായിക്കൊണ്ട് ഇതുവരെ നിലനിർത്തിപ്പോന്നിട്ടുണ്ട്. അതേ ലക്ഷ്യം തന്നെയായിരിക്കണം ബഹുമാനപ്പെട്ട ജാമിയ അസീസിയ നിലനിൽക്കുന്ന കാലത്തോളം, അഥവാ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തട്ടെ, അനുകരിക്കേണ്ടത് എന്നതുമാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. അതുകൊണ്ട് മഹത്തായ സ്ഥാപനത്തെ സഹായിക്കേണ്ടതും സഹകരിക്കേണ്ടതും എല്ലാ മനുഷ്യസ്നേഹികൾക്കും ആവശ്യമാണ് എന്ന് ഒരു ഉപദേശവും നിർദ്ദേശവും എനിക്ക് നിങ്ങളോട് നൽകാനുണ്ട്. ആ മഹത്തായ ഒരു ദീനീ സ്ഥാപനത്തിലൂടെ സമൂഹത്തിൽ ലഭിക്കുന്ന നേട്ടം, ഇവിടെ പല ആളുകളും ജോലിയില്ലാത്തവരും വിദ്യാഭ്യാസം മതപരമായ വേണ്ടവോളം വിദ്യാഭ്യാസമില്ലാത്തവരും ആത്മീയമായ ഒരു തെർബിയത്ത് ലഭിക്കാത്തവരുമായ ചില മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെ നിരവധി ദുർമാർഗങ്ങളിലേക്കും കൊള്ളയിലേക്കും കൊള്ളിവെപ്പിലേക്കും തീവ്രവാദം പോലുള്ള ഭീകരാന്തരീക്ഷങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ അതിനെല്ലാം തടഞ്ഞു നിർത്തി യഥാർത്ഥമായ ബോധമുണ്ടാക്കി മനുഷ്യസ്നേഹത്തിന്റെ വാക്താക്കളാക്കി മാറ്റിയെടുക്കാൻ ജാമിയ അസീസിയക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു ചരിത്ര സത്യമാണ്. അപ്രകാരം ഈ ജാമിയ അസീസിയ ദീനി പ്രബോധന രംഗം ഇതിന്റെ ക്യാമ്പസിൽ മാത്രം ഒതുക്കി നിർത്താതെ സമൂഹത്തിലേക്ക് പ്രത്യേകമായ ഒരു പ്രബോധന രംഗം തയ്യാറാക്കിയിട്ടുണ്ട്. ജാമിയ ദാവ കൗൺസിൽ എന്ന ഒരു പ്രസ്ഥാനത്തിന് ഈ ജാമിയ രൂപം നൽകുകയും അതിന്റെ കീഴിലാണ് എറിയാടും അപ്രകാരം കൊടുങ്ങല്ലൂർ ടൗണിൽ അങ്ങകലെ മംഗലാപുരം കുക്കാജെ എന്ന സ്ഥലത്ത് എറണാകുളം ജില്ലയിലെ നെട്ടൂർ ഇത്യാദി സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇതിന്റെ ശാഖകൾ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. JDCയുടെ കീഴിൽ ജനങ്ങൾക്ക് നല്ല ബോധം നൽകി അവര് ഒരു നിലക്കും സമൂഹത്തിന് ദോഷം ഭവിക്കാത്ത നിലക്കുള്ള ഒരു സദാചാര ബോധമുള്ള മനുഷ്യസ്നേഹമുള്ള ഒരു വിഭാഗമായി മാറ്റിയെടുക്കുക എന്ന മഹത്തായ ലക്ഷ്യമാണ് JDCക്കുള്ളത്. അതിന്റെ പ്രവർത്തനങ്ങൾ എറണാകുളം ജില്ലയിൽ ജാമിയയുടെ കീഴിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിന് അവിടെ നമ്മളെ സ്റ്റേറ്റ് സുന്നി യുവജന സംഘത്തിലെ നേതാക്കന്മാരായ ബഹുമാനപ്പെട്ട അലി ദാരിമി, അഹമ്മദ് കുട്ടി ഹാജി, എയർലൈൻസ് അഹമ്മദ് കുട്ടി ഹാജി, കൽത്തറ അബ്ദുൽ ഖാദർ മദിനി, നാട്ട് ഉമറാക്കളായ ആസാദ് ഹാജി, അഡ്വക്കറ്റ് അബ്ദുൽ മജീദ്, നൌഷാദ് മേത്തർ, കൊച്ചി ആറ്റോക്കോയ തങ്ങൾ മുതലായ പ്രഗത്ഭരായ ആളുകളുടെ നേതൃത്വത്തിൽ അതിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. അത് വമ്പിച്ച വിജയത്തിലേക്ക് എത്തുമെന്നത് വളരെയധികം ആശാവഹവും സന്തോഷപ്രദവുമാണ്. അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തനം മലപ്പുറം, കോഴിക്കോട് മുതലായ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാനും ജാമ്യക്ക് ഉദ്ദേശമുണ്ട്. അതിനുള്ള ആദ്യ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെയെല്ലാം ഉദ്ദേശിക്കപ്പെടുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ പൊതുവായ വളർച്ചയും സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനങ്ങളായ സുന്നി യുവജന സംഘം, ജമിയത്തുൽ ഉലമ, സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ മുതലായ പ്രസ്ഥാനങ്ങൾക്ക് ഊർജം നൽകുകയും അതിന് സഹായകമാവുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഈ JDCക്കുള്ളത്. കാരണം സമുദായത്തിൽ വ്യാപകമായി നിൽക്കുന്ന ചില മിതത്വവാദികളായ ആളുകൾ, സുന്നിയും ശരിയാണ്, ജമാഅത്ത് ഇസ്ലാമിയും ശരിയാണ്,
വഹാബീസവും ശരിയാണ് എന്ന് പറയുന്ന ഒന്നിലുമില്ലാത്തൊരു വിഭാഗം ആളുകളെ ക്യാൻവാസ് ചെയ്യുന്നതിന് JDCക്ക് കുറെ അധികം എളുപ്പം കൂടുതലാണ്. കാരണം JDC എന്ന് പറയുമ്പോൾ ജാമിയ എന്ന പ്രസ്ഥാനത്തിന്റെ പൊതുവായ ജനങ്ങളെ ദീനിലേക്ക് ആകർഷിക്കാൻ, ദീനീബോധമുണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായതുകൊണ്ട് ജാമിയയുടെ പേരിൽ അവരുമായി ബന്ധപ്പെടുകയും അവർക്ക് സത്യബോധം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സുന്നത്തെ ജമാഅത്തിന്റെ സംഘടനകൾക്കും വളരെയേറെ നേട്ടം കൊയ്തെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു ബോധമാണ്, പ്രേരണയാണ് അതിന്റെ പിന്നിലുള്ളത്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ധാരാളം നേട്ടങ്ങൾ അതുകൊണ്ട് ലഭിച്ചതായും നിരവധി അത്തരക്കാരായ ഒന്നിലുമില്ലാതെ നിൽക്കുന്ന ആളുകളെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉറച്ച വക്താക്കളാക്കി മാറ്റാൻ JDCയുടെ കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ആധികാരികമായി എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാൻ യാതൊരു മടിയുമില്ല. അതുകൊണ്ട് തന്നെ മഹത്തായ സ്ഥാപനത്തിന് സഹായിക്കുക, സഹകരിക്കുക എന്ന അഭ്യർത്ഥനയാണ് സമൂഹത്തിനു മുന്നിൽ എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. ധാരാളം അനാഥകളെയും അഗതികളെയും മറ്റ് അവരല്ലാത്ത ആളുകൾ തന്നെ വഴിതെറ്റിപ്പോകുന്ന മക്കളെ ദീനീ സ്നേഹികളാക്കി വളർത്തിയെടുക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയുന്നു എന്നത് ശ്രദ്ധേയമായ പരമാർത്ഥമാണ്. അതുകൊണ്ട് യാതൊരു നിലക്കും അടിസ്ഥാനപരമായ വരവില്ലാത്ത ഈ മഹത്തായ സ്ഥാപനത്തിന് സമൂഹത്തിലെ ഉന്നതന്മാരായ ആളുകൾ അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്ന്, സമ്പത്തിൽ നിന്ന് ഓരോ കുട്ടിയെങ്കിലും സ്പോൺസർഷിപ്പ് എടുത്തുകൊണ്ട് പ്രതിമാസം അവർക്ക് വേണ്ടുന്ന ചെലവുകൾ, അത് നിസ്സാരം വരുന്ന ആ ചെലവുകൾ നിർവഹിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തെ സഹായിക്കണമെന്ന് ഞാൻ സമൂഹത്തിനോട് അഭ്യർത്ഥിക്കുക. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകും. അതോടൊപ്പം ഈ വരുന്ന സമ്മേളനത്തിൽ എല്ലാവരും സജീവമായി പങ്കെടുക്കുകയും അതിനുവേണ്ട എല്ലാവിധ സഹായ സഹകരണം നൽകുകയും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരടങ്ങുന്ന, ജില്ലാ കളക്ടർ അടങ്ങുന്ന, മറ്റ് സാമൂഹ്യ ക്ഷേമ പ്രവർത്തകരടങ്ങുന്ന നിരവധി മഹാന്മാരായ സാദാത്തുക്കളും ഉലമാക്കളും പങ്കെടുക്കുന്ന മഹത്തായ ഒരു സമ്മേളനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിലേക്ക് എല്ലാവരുടെയും പരിപൂർണമായ സഹകരണങ്ങളും സഹായങ്ങളും അഭ്യർത്ഥിക്കുന്നു. ജാമിയ അസീസിയ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അവിടെ എല്ലാ ദുആകളിലും ദുആ ചെയ്യുക തന്നെ ചെയ്യും. ലോക സമാധാനത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാറുള്ള ജാമിയ ഈ ലോകത്തുള്ള സകല ജനങ്ങൾക്കും സകല മനുഷ്യർക്കും സന്മാർഗബോധത്തിന് വേണ്ടിയും അനുഗ്രഹാശിസ്സുകൾ ലഭിക്കുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഇനിയും പ്രാർത്ഥിക്കും. പ്രാർത്ഥന മനുഷ്യജീവിതത്തിന്റെ ശക്തിയാണ് എന്ന് ആധുനിക മനഃശാസ്ത്രം പോലും സമ്മതിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് എന്നത് ആയിരക്കണക്കിന് അനുഭവജ്ഞാനങ്ങൾ സമൂഹത്തിന് മുന്നിൽ നീട്ടിക്കാണിക്കാനുള്ള, കാണിക്കാനുള്ള നിരവധി അനുഭവങ്ങൾ ജാമിയയിലൂടെ ലഭിച്ചതായി സാധാരണ ജനങ്ങൾ പോലും പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.